ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ സെറീൻ. ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ശരീരഭാഗത്തുണ്ടാകുന്ന അരിമ്പാറകൾ, ഉണ്ണികൾ, സ്കിൻ ടാക്സ്, ഇതിനെയൊക്കെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും, പൂർണ്ണമായിട്ട് എങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കൂടാതെ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ, അതുപോലെ തന്നെ ഇതിന്റെ എന്തുകൊണ്ടാണ് ഇത് നമ്മുടെ ശരീരത്തിൽ വരുന്നത്, ഇതിനെങ്ങനെ നമുക്ക് ഒറ്റമൂലികൾ വഴി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും, എന്തൊക്കെ ആയുർവേദ ഔഷധങ്ങൾ നമുക്ക് ഉപയോഗിക്കാം, അത്തരം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ആദ്യം തന്നെ നമുക്ക് പറയാം, ഈ സ്കിൻ ടാക്സ് അല്ലെങ്കിൽ അരിമ്പാറകൾ, ഉണ്ണികൾ എന്നൊക്കെ പറയുന്ന ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് പല സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ചില ലൊക്കേഷൻസിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഈ കഴുത്തിന്റെ രണ്ട് സൈഡിലും, അതുപോലെ നമുക്ക് സ്ത്രീകളിലാണെങ്കിൽ ബ്രസ്റ്റിന്റെ താഴെ ഇടുക്കുകളിലൊക്കെ ആയിട്ട്, തൊടയിടുക്കുകളില്, അതുപോലെ തന്നെ നമുക്ക് കക്ഷത്തിന്റെ ഭാഗത്ത്, അതുപോലെ മലദ്വാരത്തിന്റെ അടിയിലായിട്ട്, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇത് കാണും. ചില ആളുകളിൽ ശരീരത്തിൽ മൊത്തം ഇത്തരം ഒരുപാട് ഭാഗങ്ങളിൽ ഇങ്ങനെ ചെറിയ ചെറിയ അരിമ്പാറകളും ഉണ്ണികളും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഴിയും എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ആൻസർ. അത് നമുക്ക് വഴിയെ പറയാം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് പറയാം, ഇത് വളരെ സോഫ്റ്റ് ടെക്സ്ചർ ആയിരിക്കും, ഇതിന് പ്രത്യേകിച്ച് വേദനയൊന്നും ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇത് മുന്തിരിയുടെ ഒരു സൈസിൽ, ചെറിയൊരു മുന്തിരി എങ്ങനെ ഇരിക്കും അതുപോലെയൊക്കെ ആയിരിക്കും ഇത് കാണുന്നത്, വളരെ സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് പലപ്പോഴും നമ്മൾ വരുമ്പോൾ, നമ്മൾ പലപ്പോഴും ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിട്ട് ഡോക്ടേഴ്സ് അത് കരിച്ചു കളയും. പക്ഷെ കരിച്ചു കളഞ്ഞതോടുകൂടി ഇത് കംപ്ലീറ്റ് മാറുന്നില്ല, പിന്നെയും ഇത് റിപ്പീറ്റ് അടിച്ച് വരുന്ന ഒരു നേച്ചർ പല ആളുകളിലും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മുഴുവനായിട്ട് മാറ്റിയെടുക്കാനുള്ള ചികിത്സയിലേക്കാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് ഇനി പറയാം. ഇതെന്ന് പറയുന്നത് ഒരു സ്കിൻ ഫോൾഡുകളാണ്. അപ്പോൾ സ്കിൻ ഫോൾഡുകൾ എന്ന് പറയുന്ന ചെറിയ ചെറിയ മടക്കുകളില്, അതായത് കഴുത്തിന്റെ ഭാഗത്ത്, അതുപോലെ തന്നെ ഡാർക്കൻഡ് ആയിട്ട്, അത് ആ ഭാഗത്തൊക്കെ നമുക്ക് ഡാർക്കൻ ആവും, ഭയങ്കരമായിട്ട് കറുക്കുന്ന സമയത്താണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ആ ഭാഗത്തെ സ്കിന്ന് വന്നിട്ട് എന്താവും, ഭയങ്കരമായിട്ട് തിക്ക് ഒരു നേച്ചറായിട്ട് മാറും. അതായത് വളരെ സോഫ്റ്റ് സ്കിന്ന് ഒരുപാട് ഡാർക്ക് ആയി കഴിയുമ്പോൾ കഴുത്തിന്റെ സൈഡുകളിലൊക്കെ നമുക്ക് ഇത് വന്നിട്ട് ഒരുപാട് തിക്കനാവും. അപ്പൊ എന്ത് സംഭവിക്കും, ഈ മടക്കുകൾ തമ്മിൽ ഒരയാനായിട്ട് തുടങ്ങും. അതായത് അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന ഓൾറെഡി ഡ്രൈ തിക്കായിട്ടുള്ള സ്ഥലം നന്നായി ഉരയുമ്പോൾ എന്തുണ്ടാവും, അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവുകയും അങ്ങനെ ഈ ചെറിയ ചെറിയ ഉണ്ണികൾ പോലെ സ്കിൻ ടാക്സുകൾ ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ. ഇത് തുടക്കത്തിൽ നമുക്കറിയാം സോഫ്റ്റ് ആയിരിക്കും, റബ്ബറിന്റെ കൺസിസ്റ്റൻസി ഒക്കെ ആയിരിക്കും, വളരെ ചെറിയ, നമുക്ക് തൊടുമ്പോഴൊന്നും വേദനയൊന്നും പ്രത്യേകിച്ച് ഉണ്ടാവില്ല, വളരെ സോഫ്റ്റ് നേച്ചർ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുന്തിരി, ചെറിയ മുന്തിരി എങ്ങനെ ഇരിക്കും അതേ നേച്ചറിലായിരിക്കും ഇത് കാണുന്നത്, സോഫ്റ്റ് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ കൊളാജൻ ടിഷ്യൂസ്, ബ്ലഡ് വെസൽസ് ഒക്കെ വിസിബിൾ ആയിട്ട് നമുക്കിത് കാണാനായിട്ട്, അതിന്റെ പറ്റി പിടിച്ചിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ കെരാറ്റിൻ പിഗ്മെന്റ് വന്ന് അടിയുകയും ചെയ്യും. കാര്യം ഇത് ഫ്രിക്ഷൻ സംഭവിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ കെരാറ്റിൻ പിഗ്മെന്റ് അടിയുന്നു. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ശരീരത്തിന്റെ ഇത്തരം ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഇത്തരം കക്ഷത്തില്, നമ്മുടെ നെക്കിന്റെ രണ്ട് സൈഡില്, അതുപോലെ മലദ്വാരത്തിന്റെ അടിയില്, സ്ത്രീകളിലാണെങ്കിൽ ബ്രസ്റ്റിന്റെ ഭാഗത്ത്, ബ്രസ്റ്റിന്റെ അടിഭാഗത്ത്, ഇടുക്കുകളില്, തൊടയിടുക്കുകളില്, ഇങ്ങനെ പല ഭാഗത്തും കാണുന്നത്. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് ഇപ്പം കക്ഷത്തിലൊക്കെ വരുന്ന സമയത്ത്, നമുക്ക് ഹെയർ ഷേവ് ചെയ്യുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ, പെട്ടെന്ന് ബ്ലീഡ് ആവാനും, ആ ഭാഗത്ത് ഈ ഉണ്ണി പോലത്തെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു കക്ഷത്തിലൊക്കെ ഇത് വരികയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കാണാനും വളരെ അഭംഗിയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പല ആളുകളും ഇത് ഇങ്ങനത്തെ കരിച്ചു കളയാറാണ് പതിവ്. ഓക്കെ. അപ്പൊ ഇതിന്റെ കാരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. കാരണങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് ഇത് മെറ്റാബോളിസത്തിന്റെ ഒരു പ്രശ്നങ്ങൾ കൊണ്ട്, നമ്മുടെ ശരീരത്തിൽ കറക്റ്റ് ആയിട്ട് മെറ്റാബോളിസം നടക്കുന്നില്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് നമുക്കിത് ഉണ്ടാകാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ കൂടുക. അതായത് പ്രമേഹമുള്ള ആൾക്കാർ, ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നതിന്റെ ഭാഗമായിട്ട് ഇത് ഉണ്ടാകും. അതുപോലെ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാരില്, അമിതവണ്ണമുള്ള ആളുകളില്, അതുപോലെ പ്രഗ്നൻസി സമയത്തൊക്കെ നമുക്ക് ഇങ്ങനത്തെ, കാരണം അത് വണ്ണം വെക്കുന്ന ഒരു സമയമാണ് അല്ലെ സ്ത്രീകളിലെ, സാധാരണയുള്ള വെയിറ്റിനേക്കാളും ഒരു 10% കൂടുതൽ വെയിറ്റ് നമ്മൾ കൂടും. അപ്പൊ ആ രീതിയിൽ നമ്മൾ കൂടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് വരാം. അതുപോലെ തന്നെ റോൾഡ് ഗോൾഡ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കും ഇത്തരം സ്കിൻ ടാക്സ്, ഉണ്ണികളൊക്കെ നമുക്ക് ഇങ്ങനെ വരുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ ചില ഹോർമോണൽ ഇംബാലൻസ്, PCOD, തൈറോയിഡ് പോലത്തെ പ്രശ്നങ്ങളുള്ള ആളുകളിലും
ഇത്തരം പ്രശ്നങ്ങൾ കാണപ്പെടാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. എന്തൊക്കെ പറഞ്ഞാലും ജെനറ്റിക്സ് ഒരു റോൾ ഉണ്ട്. അതായത് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്കിൻ ടാക്സ് ഒക്കെ ഒരുപാടുള്ള ആളുകളാണെങ്കിൽ നമുക്കും അത് വരാനുള്ള എന്തായാലും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇങ്ങനത്തെ എല്ലാ ഇഷ്യൂസിനും ജെനറ്റിക്സ് ഒരു റോൾ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങളിലും അത് വരാറുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് സാധാരണയായിട്ട് ചെയ്യുന്ന ചികിത്സ കോട്ടറൈസേഷൻ തന്നെയാണ്. നമ്മൾ ആയുർവേദത്തിലെ അഗ്നികർമ്മ എന്ന് പറയും, കരിച്ചു കളയുക എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡ്രൈ ഐസ് ടച്ച് എന്ന് പറയുന്ന ഇതൊക്കെ നമുക്ക് മേടിക്കാനായി ഫാർമസികളിൽ മേടിക്കാനായിട്ട് കിട്ടും. അത് ഡ്രൈ ഐസ്, അത് നമ്മൾ അത് ടച്ച് ചെയ്യുന്ന സമയത്ത് ഇത് ഇളകി പോകാനും ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അതുപോലെ നമ്മൾ പലരും ചെയ്യുന്ന ഒരു ഇതാണ് നൂല് മുടി വെച്ചിട്ട് നൂല് കൊണ്ട് നമ്മൾ ഈ ഒരു അരിമ്പാറ കെട്ടി വെച്ചിട്ട് അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ കുറയ്ക്കുകയും അങ്ങനെ ഇത് പൊട്ടി പോകാനൊക്കെ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു ഇത്. അതുപോലെ തന്നെ മുടി വെച്ചിട്ട് കെട്ടിയിട്ട് ചെയ്യുന്നത്, ഇതൊക്കെ പല ആളുകളും ചെയ്യുന്നതാണ്. പക്ഷെ ഇതൊക്കെ ചെയ്താലും ഇത് തിരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ചികിത്സകൾ ചെയ്തിട്ട് അവിടെ ഒരു എന്താ പറയാ ഒരു മാറ്റം വരാത്തത്. ഇത് പിന്നീട് വീണ്ടും വീണ്ടും ആ ഒരു ഭാഗങ്ങളിൽ വീണ്ടും വീണ്ടും ഇത് മുളയ്ക്കാനായിട്ട് ആവുകയും ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചികിത്സകളൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറയാം. ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നെയിൽ കട്ടർ വെച്ചിട്ട് അതുപോലെ തന്നെ ബ്ലേഡ് ഇതൊക്കെ വെച്ചിട്ട് പലരും ആ ഭാഗം മുറിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പ്രത്യേകിച്ച് പ്രമേഹ രോഗികള് ഈ നൂല് വെച്ചിട്ട് മുടി വെച്ചിട്ട് നെയിൽ കട്ടർ വെച്ചിട്ട് ബ്ലേഡ് വെച്ചിട്ട് ഇതൊന്നും മുറിക്കാനുള്ള രീതിയിൽ അല്ലെങ്കിൽ അവിടെ വ്രണം വരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അത് നമുക്ക് ബ്ലീഡിങ് ആവുകയും സെപ്റ്റിക് ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യരുത് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, പിന്നെ അതുപോലെ ഒറ്റമൂലികൾ നമുക്ക് നോക്കാം. അപ്പൊ എപ്പോഴും നമുക്ക് ശരീരത്തിൽ ഇപ്പോ 1-2 സ്ഥലത്തുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം എന്തെങ്കിലും ചികിത്സാ രീതികൾ ഉപയോഗിക്കാം. പക്ഷെ നമുക്ക് ശരീരം മൊത്തം ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിച്ചതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് ഹോർമോണൽ ഇംബാലൻസിന്റെ ഭാഗമായിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് ചികിത്സ ചെയ്താലാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ശരിയാവുകയുള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചില ഒറ്റമൂലികൾ പറയാം. അപ്പൊ അതില് പപ്പായയുടെ ഇല വെച്ചിട്ട് ചെയ്യാവുന്ന രീതി ഇത് വളരെ നല്ലതാണ്. ഇതിന്റെ ഒരു കറയുണ്ട്. ആ കറ നമുക്ക് ഈ അരിമ്പാറയുടെയോ പാലുണ്ണി അതുപോലെ സ്കിൻ ടാക്സ് എന്നൊക്കെ വിളിക്കുന്ന ഈ ഭാഗത്ത് നമുക്ക് വെക്കുകയാണെങ്കിൽ ഇത് ഊരിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്യാം. അതുപോലെ ആപ്പിൾ സൈഡർ വിനീഗർ ആസിഡ് മീഡിയാണ്. ഇത് നമുക്ക് അവിടെ തൊട്ട് കൊടുത്തു കഴിഞ്ഞാല് ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇളകി പോലെ ഒരു കുറച്ച് ദിവസം ചെയ്യണം. ഒരു ആഴ്ചയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇളകി പോകുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ നാരങ്ങ നീര് തൊട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. കുറെ നാളുകൾ ചെയ്യണം, എന്നാലാണ് ഡിഫറൻസ് ഉണ്ടത്. എപ്പോഴും 1-2 അരിമ്പാറയും ഉണ്ണി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ചികിത്സകൾ ചെയ്യാറുള്ളൂ. അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ടേഷൻ എടുത്ത് നിങ്ങൾ ഇത്തരം ചികിത്സകൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിട്ട് കാണാറുണ്ട്. അതിന് നമ്മളെ കോൺടാക്ട് ചെയ്യാം. താഴെ ഞാനൊരു ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആവണക്കെണ്ണ അതുപോലെ തന്നെ നമുക്ക് ബേക്കിംഗ് സോഡ ഇത് രണ്ടും കൂടി ഈക്വൽ ക്വാണ്ടിറ്റി എടുക്കുക. അല്ലെങ്കിൽ ആവണക്കെണ്ണ കുറച്ച് എക്സ്ട്രാ 2 ടീസ്പൂണോ ഇത് മറ്റത് 1 ടീസ്പൂണോ ഒക്കെ എടുത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ രീതിയിൽ നമുക്ക് ആ ഭാഗത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 2 ആഴ്ചയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ഇളകി വരുന്നതായിട്ടൊക്കെ കാണാറുണ്ട്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആയുർവേദ ഔഷധമായിട്ടുള്ള ഇന്ദ്രതൈലം എന്നൊക്കെ പറയുന്ന തൈലങ്ങൾ അവൈലബിൾ ആണ്. ഇത് നമുക്ക് മേടിച്ച് യൂസ് ചെയ്യാം. ഇതുപോലെ തന്നെ ഇത് മാത്രം യൂസ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ഹോർമോണൽ ആയിട്ട് ഇഷ്യൂസ് ഉണ്ട്, മെറ്റാബോളിക് ഡിസോർഡർ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ പ്രമേഹം ഉണ്ട്, അമിതവണ്ണം ഉണ്ട്. ഇത്തരം ആളുകള് ഈ ഒരു ചികിത്സകൾ ഒറ്റമൂലികൾ മാത്രം ചെയ്തതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഗുണം ചെയ്യില്ല. അപ്പൊ അവിടെ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് എന്താണ്? അവിടെ നമ്മൾ ശരിക്കും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനോട് കൂടി ഔഷധം എടുത്താൽ മാത്രമേ പിന്നീട് റിപ്പീറ്റഡ് ആയിട്ട് ഇത് വരാതിരിക്കുകയുള്ളൂ. അവിടെ നമ്മൾ കോട്ടറൈസേഷൻ ചെയ്തിട്ട് കാര്യമില്ല, വെറുതെ എന്തെങ്കിലും ഒരു ഒറ്റമൂലികൾ വെച്ചിട്ട് കാര്യമില്ല, അതുപോലെ ചെറിയ ഔഷധങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. നമ്മളവിടെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ഉണ്ടാവണമെങ്കിൽ നമ്മളവിടെ ഉള്ളിലേക്കും കൂടി ഔഷധം എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് നമ്മൾ ഡോക്ടറുടെ കൺസൾട്ടേഷനോട് കൂടി തീർച്ചയായിട്ടും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ഇത് തിരിച്ചു വരാത്ത രീതിയിൽ നമുക്കിതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണകരമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി.